ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കാന്ത ട്രെയിലർ പുറത്തു വന്നു. മലയാളത്തിലില്ല, പക്ഷേ തമിഴിലും തെലുങ്കിലും ഈ ഒരു ട്രെയിലർ ആളിക്കത്തുന്ന കാര്യം നമ്മൾ ഇന്നലെ കാണുകയുമുണ്ടായി. ഇപ്പോൾ അത് തരംഗമായി മാറുകയാണ്. സ്പിരിറ്റ് മീഡിയാസും DQവിൻ്റെ വേഫെയറർ ഫിലിംസും ചേർന്നൊരുക്കുന്ന ഈ ഒരു ചിത്രം പൂർണ്ണമായും തമിഴിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ്. മുൻകാല അല്ലെങ്കിൽ ആദ്യകാല തമിഴ് സൂപ്പർ താരമായ അല്ലെങ്കിൽ സൂപ്പർ താരത്തിൻ്റെ കഥയാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് തന്നെ പറയാം. പലരും ഇതിനകത്തിൽ വില്ലനാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ നായകനും വില്ലനുമൊക്കെ ദുൽഖർ തന്നെയാണ് എന്നുള്ളതാണ് കഥയുടെ സാരാംശവും. എന്തായാലും ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഇതെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് മലയാളത്തിലും സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. തമിഴിൽ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിരിക്കുന്നത് ഏകദേശം 33 ലക്ഷത്തിന് മുകളിലുള്ള ജനങ്ങളാണ്. തെലുങ്കിൽ നോക്കുകയാണെങ്കിൽ 45 ലക്ഷത്തിന്, അതായത് മൊത്തം 7.5 മില്യന് മുകളിലുള്ള ജനങ്ങളാണ് 24 മണിക്കൂർ കൊണ്ട് ഈ ഒരു ട്രെയിലർ കണ്ടത്. ട്രെയിലർ ഒരു അസാമാന്യ ഗംഭീര ട്രെയിലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 3 മിനിറ്റിന് മുകളിലുണ്ട് ട്രെയിലർ. പക്ഷേ ആ 3 മിനിറ്റും നമ്മളെ ഞെട്ടിക്കുന്ന ദുൽഖറിനെ തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ പലരും കമ്പയർ ചെയ്യുന്നു മോഹൻലാലിൻ്റെ 20 എന്ന ചിത്രമാണ്. അതൊന്നും നമ്മൾ ആ ഒരു കമ്പാരിസണിലേക്ക് നോക്കേണ്ട കാര്യമില്ല. മോഹൻലാൽ ആര്, ദുൽഖർ ആര് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളർന്നു വരാൻ ഇനിയും ഒരുപാടുണ്ട്. പറഞ്ഞ പോലെ ദുൽഖർ എന്നുള്ളത്, മോഹൻലാൽ എത്രയോ വലിയ കാലങ്ങൾ അഭിനയിച്ച് എത്രയോ വലിയ നടനാണ്. ദുൽഖറും മികച്ച നടൻ തന്നെയാണ്. എന്തായാലും അതിലൊന്നുമല്ല കാര്യങ്ങൾ. കാന്ത എന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇത് ദുൽഖറിൻ്റെ അസാമാന്യമായ പെർഫോമൻസ് ആയിരിക്കും. ഒരുപക്ഷെ മോഹൻലാലിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഒരുപാട് വർഷം എടുത്ത് ചെയ്ത അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്തത് ഒരുപക്ഷെ ദുൽഖർ ആ റേഞ്ചിലേക്ക് എത്തുന്ന ആദ്യ സിനിമയുമായിരിക്കും എന്നുള്ളതാണ്. ഇതിനകത്തിൽ മോഹൻലാലിനെയും ദുൽഖറിനെയും കമ്പാരിസൺ ഒന്നും ഒരു കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു കമ്പാരിസൺ മാത്രമാണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയും ദുൽഖറുമായിട്ടൊന്നും കമ്പാരിസൺ അല്ല. കാരണം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന കാലഘട്ടവും വന്ന രീതികളും ഇവരാരും വന്ന പോലെ അല്ല എന്നറിയാം. ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസത്തിലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യങ്ങൾ വന്നിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം. അതിനകത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വന്ന ജയസൂര്യയുടെ കാര്യം മാത്രമാണ്. ബാക്കി എല്ലാ നടന്മാർക്കും പ്രണവ് മോഹൻലാലാണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഒക്കെ ഒരു ബേസോട് കൂടി വന്നവരാണ്. അതൊന്നുമല്ല നമ്മളുടെ ചർച്ചാ വിഷയമെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും റാണയും ദുൽഖറും ഒന്നുചേരുന്ന ഈ ഒരു സിനിമ തീർച്ചയായും നമുക്ക് പറയാം, ഈ ഒരു സിനിമ ജനിക്കണമെങ്കിൽ തീർച്ചയായും ദുൽഖർ ഉണ്ടാവേണ്ടി വരും. അത്രത്തോളം ഗംഭീര സംഭവം തന്നെയായിരിക്കാം. ഇവിടെ മലയാളത്തിൽ എത്രത്തോളം ഹിറ്റാകുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ തമിഴിലും തെലുങ്കിലും ഈ സിനിമ ആളിക്കത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. അതുമാത്രമല്ല, തമിഴിൽ ഈ ഒരു സിനിമ അല്ലെങ്കിൽ തെലുങ്കിൽ ഈ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ 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 വലുതായിരിക്കുമെന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീര സിനിമ തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, താൻ കണ്ടിട്ടാണോ പറയുന്നതാണെങ്കിൽ കണ്ടിട്ടല്ല, ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള മികച്ച രീതിയിലുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും എന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ ഒരുപാട് നാളുകളെടുത്ത്, ഇത് ഇന്ന് കിട്ടിയ അപ്ഡേറ്റാണ്, ദുൽഖർ തന്നെ 6 വർഷം എടുത്ത് കേട്ട കഥ 10 മണിക്കൂറിന് മുകളിൽ ഈ ഒരു സിനിമയുടെ ഇനീഷ്യൽ കഥ അത്രയും ഡീറ്റെയിൽ ആയി കേട്ട് പിന്നീട് ചെയ്ത ഒരു ചിത്രമാണ്. എന്തായാലും ഈ ഒരു സിനിമ മലയാളിക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലും അഭിമാനിക്കാം. തമിഴ് തെലുങ്ക് സിനിമയിലുമൊക്കെ അങ്ങനെ വരുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ ഒരു കഥ വരുമ്പോൾ തമിഴിൽ ഇതൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ആ ഒരു കഥ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കഥ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കഥ യൂട്യൂബിൽ നമുക്ക് ലഭിക്കുന്നത്, അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊന്ന് ചർച്ച ചെയ്യാം. എന്തായാലും ഈ ഒരു സിനിമ തരംഗമാകും. ഇന്ന് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകളും അതിൻ്റെ പ്രൊമോഷനുമൊക്കെ മികച്ച രീതിയിൽ തന്നെ നടക്കുന്നു. നല്ല സ്റ്റൈലിഷായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ദുൽഖർ എന്ന നടൻ്റെ കരിയറിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രം. ഒപ്പം ദുൽഖറിൻ്റെ വളർച്ചയുടെ മറ്റൊരു ഏട് കൂടിയായിരിക്കാം. ഇനിയും ദുൽഖർ മലയാളത്തിൻ്റെ ഇന്ത്യയുടെ മറ്റൊരു തലത്തിൽ മുന്നോട്ട് പോകുന്ന നടനായിരിക്കും. ഇതുവരെ കണ്ട നമ്മുടെ DQ എന്ന് വിളിക്കുന്ന DQ ആയിരിക്കില്ല, ഇനിയും DQ എന്ന് തന്നെ വിളിക്കേണ്ട ആളായി മാറുമെന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിൽ കാര്യങ്ങളൊന്ന് പറയാം. ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിടത്ത് കാര്യങ്ങൾ പറയാം. അപ്പോൾ താങ്ക് യു.